ഈ സഭാ ടിവിയാണ് ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നത്. സഭാ ടിവി നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതുവരെ സഭയിൽ നടന്ന കാര്യങ്ങൾ ആ ദൃശ്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് പ്രേക്ഷകരോട് ഇങ്ങനെ പറയാം. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കറോട് പ്രതിപക്ഷം തേടി. മലപ്പുറം പരാമർശത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം അപ്രതീക്ഷിതമായി സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. 12 മണിക്ക് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം എന്ന് ഭരണപക്ഷം അറിയിച്ചതോടുകൂടി സ്പീക്കർ അവതരണാനുമതി നൽകി. 12 മണിക്കാണ് മലപ്പുറം പരാമർശത്തെ തുടർന്നുള്ള അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുക. അതേസമയം സ്പീക്കറും ഒപ്പം മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും തന്നെ അപമാനിച്ചു എന്ന് കാട്ടി സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വീണ്ടും കൊമ്പുകോർത്തു. വലിയ ബഹളമാണ് നടക്കുന്നത്. ഒരു മോശം പരാമർശവും നടത്തിയിട്ടില്ല താൻ എന്ന് വി ഡി സതീശൻ പറയുന്നു. ഈ സഭയിൽ എം വി രാഘവനെ തല്ലിച്ചതച്ചതല്ലേ എന്ന് പാർലമെന്ററി അഫയേഴ്സ് കാര്യമന്ത്രിയുടെ മറുപടിക്ക് വി ഡി സതീശൻ ചോദിക്കുന്നു. അധിക്ഷേപകരമായ പ്രസ്താവന നടത്തിയതുകൊണ്ടാണ് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് എം ബി രാജേഷ് പറയുന്നു. ചെന്നിത്തലയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നു. പ്രതിപക്ഷമില്ലാത്തപ്പോൾ എല്ലാവരും ചേർന്ന് അധിക്ഷേപിച്ചില്ലേ എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. മുഖ്യമന്ത്രി ഇടപെടുന്നു. മുഖ്യമന്ത്രി പറയുന്നു, സ്പീക്കർക്കെതിരെ എന്തും പറയാം പറഞ്ഞുകൂടാ എന്ന ധാരണ എനിക്കുണ്ട്, അത് പ്രതിപക്ഷ നേതാവിനില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. നിലവാരമില്ലാത്ത സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചതെന്ന് വീണ്ടും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. എല്ലാ പരിധിയും ലംഘിച്ച് അധിക്ഷേപം നടത്തി. നിലവാരമില്ലായ്മയാണ് വി ഡി സതീശൻ്റേതെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേരുള്ള ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ ലഭ്യമാവും. സഭാ ടി വി സാധാരണ 10 മിനിറ്റ് വൈകിയാണ് ആ ദൃശ്യങ്ങൾ ഈ സമയത്ത് നൽകുക. ആ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഴിമതിക്കാരനാകരുതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാർത്ഥന എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. രൂക്ഷമായ ഏറ്റുമുട്ടലാണ് സഭയിൽ ഇപ്പോഴും നടക്കുന്നത്. അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത്, പ്രതിപക്ഷ നേതാവ് സഭ വിട്ടുപോയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ, നിലവാരമില്ലാത്തവൻ എന്ന് പറഞ്ഞില്ലേ, പിണറായി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ സമൂഹം വിശ്വസിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. എല്ലാ പരിധിയും ലംഘിച്ച് അധിക്ഷേപം നടത്തിയില്ലേ എന്ന് സ്പീക്കർക്ക് നേരെയുള്ള വി ഡി സതീശന്റെ പ്രതികരണത്തെ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ചോദിക്കുന്നു. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? എന്നെ അധിക്ഷേപിക്കാൻ നോക്കുന്നില്ലേ നിങ്ങൾ? എത്ര കാലമായി അധിക്ഷേപം തുടരുന്നു എന്ന് പ്രതിപക്ഷ നേതാവിനോട് വൈകാരികമായി മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഈ സമൂഹം അത് അംഗീകരിക്കുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. മുഖ്യമന്ത്രി തുറന്നു സംസാരിക്കുന്നു സഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിലവാരമില്ലാത്ത സമീപനമല്ലേ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്? എല്ലാ പരിധിയും ലംഘിച്ച് അധിക്ഷേപം നടത്തിയില്ലേ? നിലവാരമില്ലായ്മയല്ലേ താങ്കളുടേത്? അഴിമതിക്കാരനാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അഴിമതിക്കാരനാകരുത് എന്നാണ്, മുഖ്യമന്ത്രിയെപ്പോലെ ആകരുതെന്നാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? പിണറായി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ സമൂഹം വിശ്വസിക്കുമോ? എന്നെ അധിക്ഷേപിക്കാൻ നോക്കുന്നു. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഈ സമൂഹം അത് അംഗീകരിക്കുമോ? അപവാദ പ്രചാരണങ്ങളിലൂടെ ആളുകളെ അപമാനിക്കാൻ കഴിയുമെന്ന് കരുതണ്ട. സമൂഹം എല്ലാം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞ രീതിയും നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കാവുന്നതാണ്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ സഭയിൽ ഏറ്റുമുട്ടുകയാണ്.